നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഇതുണ്ട്, ഒരു ചെറിയ മെഷീൻ, ചൈനീസാണ് സംഭവം. ഇതൊരു 5-8 വർഷമായി ഞാനിത് മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതായത് ഇതിന് ശേഷം ഞാൻ ഒരുപാട് മെഷീൻ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ്, ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട്. അതായത് സ്ക്രൂ ഡ്രൈവറാണ് കേട്ടോ, മെഷീനല്ല ഇത്, ശരിക്കും സ്ക്രൂ ഡ്രൈവറാണിത്. അപ്പം എന്തുകൊണ്ട് ഇത്രയും കാലം ഞാൻ ഇത് 5-8 വർഷമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട്, അന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മാസക്കാലം മാക്സിമം ഉപയോഗിച്ചുള്ളൂ. അന്നേരത്തേക്ക് അതിന് ബാറ്ററി, ഒരു കുഞ്ഞു ബാറ്ററി, ഇതല്ല ഇതിനകത്ത് കിടന്ന ബാറ്ററി, ഇത് വേറൊരു ബാറ്ററിയാണ്. ഇതുപോലെ തന്നെ വേറൊരു സാധനത്തിനകത്ത് തന്നെ ഒരുതാണ്, ഇതല്ലായിരുന്നു ഇതിനകത്ത് ഒറിജിനൽ ശരിക്കും ഇതിനകത്ത് കിടന്ന ബാറ്ററി. പക്ഷേ ഇതുപോലെ തന്നെ ഒരു തീർത്തും ക്വാളിറ്റി ഇല്ലാത്ത ഒരു ലിഥിയം ബാറ്ററിയാണ് കിടന്നത്. അത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അടിച്ചുപോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇത്രയും മേടിച്ചു, നല്ല സുഖമായത് ഉപയോഗിക്കാനായിട്ട്. കാരണം വെച്ചാൽ ഇത് ഈ റിവേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ ഇതേ തന്നെ ആയതുകൊണ്ട് വളരെ സുഖമാണ്. കുഞ്ഞു മെഷീൻ, ഇത് ചെറുതായിട്ട് കയ്യിൽ ഒതുങ്ങിയിരിക്കും കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ വളരെ സുഖമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്, കളയാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലൊരു ബാറ്ററി, ഇതുപോലത്തെ പുതിയതൊരെണ്ണം വേറെ നല്ല വിലയുള്ളത് വാങ്ങിച്ചിട്ടിട്ട് ഞാനിത് ഉപയോഗിച്ചു. അതങ്ങനെ ഉപയോഗിച്ച ശേഷം ഒരു മാസം മാക്സിമം അത്ര ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചാർജിങ് സംവിധാനമുണ്ട് ഇതിനകത്തേക്ക്, അതെല്ലാം കൂടെ അടിച്ചുപോയി ഈ സംഭവം. പിന്നെ ചാർജ് കയറാതെ പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതിനിപ്പം രക്ഷയില്ല, ഇതിപ്പോൾ ചൈനയാണല്ലോ സാധനം, കളഞ്ഞേക്കാന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് കൊച്ചിന് ഇത് കളിക്കാനായിട്ട് ഞാൻ കൊണ്ടു കൊടുത്തു. കൊച്ചിന് കളിക്കാൻ വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ കൊച്ചു പറഞ്ഞു ഇതൊന്ന് കറക്കി തരണം, കാരണം ഈ മെഷീനൊക്കെ കണ്ടേക്കുന്നതെല്ലാം കറങ്ങുന്നതാണല്ലോ. അപ്പോൾ ഇത് കറക്കണം എന്ന് പറഞ്ഞ് വഴക്കായതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു, ഇത് അഴിച്ചിട്ട് ഇതിനകത്ത് ലിഥിയം ബാറ്ററി എടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് ഞാൻ സാധാരണ ടോർച്ചിനകത്തേക്ക് ഇടുന്ന നമ്മുടെ ബാറ്ററിയില്ലേ, അത്രയും ബാറ്ററി ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കൊച്ചിന് ഇത് കറക്കുന്ന രീതിയിലാക്കി എൻ്റെ കൊച്ചിന് ഞാൻ കൊണ്ട് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ 2 മണിക്കൂർ സമയം ഫുള്ള് കറക്കി അത് ഫുള്ള് ചാർജ് കത്ത് പോകും. എല്ലാ ദിവസവും ബാറ്ററി മാറി കൊടുക്കണം ഞാൻ, ആ ഒരു സാഹചര്യം വന്നു. അപ്പം റീചാർജബിൾ അല്ലല്ലോ, സാധാ ബാറ്ററി അല്ലേ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആകപ്പാടെ എടുത്തു, കൊച്ചു വഴക്കായി ഇത് മാറ്റിയിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇതിനകത്തൊരു വയറിട്ടിട്ട് ഒരു കണക്ഷൻ പുറത്തുനിന്ന് എടുത്ത് കൊടുക്കാനുള്ള എന്നൊരു സംവിധാനം ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ഞാൻ ഇതുപോലെ നീളമുള്ള വയറൊക്കെ ഇട്ടിട്ട് മൊബൈലിൻ്റെ ചാർജർ വെച്ചിട്ട് ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യമേ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെറിയ ട്രിക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, സിമ്പിളായിട്ടുള്ളൊരു ചെറിയ കാര്യമാണ്, അത് ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് നല്ല പവർ ആയതുകൊണ്ടോ, ഇതെന്നെ കാണിച്ചാലും നല്ല പവറാണ്. വെറുതെ നമ്മുടെ ചെറിയ മൊബൈലിൻ്റെ 5 വോൾട്ടിൻ്റെ ചാർജറില്ലേ അതിനകത്താണ് വരുന്നത്, പക്ഷേ ഇതിന് ഭയങ്കര പവറാണ്. എത്ര ആയാലും നിൽക്കത്തില്ല, എത്ര വെള്ളത്തിൽ പിടിച്ചാൽ നിൽക്കത്തില്ല, നല്ല സ്ട്രോങ് പവറാണ്, ബാറ്ററി പോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ഞാനിതിപ്പോൾ അന്ന് മുതൽ ഞാൻ പിന്നെ ഇത് കൊച്ചിന് കൊടുത്തില്ല, ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങി ഇവിടെ വീണ്ടും കടയിൽ. കാരണം ഇതിന് ഈ വയർ ഇങ്ങനെ പറഞ്ഞ് ജസ്റ്റ് കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് രാവിലെ തുടങ്ങിയാലും വൈകുന്നേരം വരെയും പണിയാം. വളരെ സിമ്പിളാണ്, കുഞ്ഞു മെഷീൻ, നമുക്ക് സുഖമായിട്ട് കഴിക്കാതെ ഇങ്ങനെ ഒതുങ്ങിയിരുന്ന് നമുക്ക് ഇഷ്ടംപോലെ സുഖമായിട്ട് ഇത് വർക്ക് ചെയ്യുകയും ചെയ്യാം. സുഖമായതുകൊണ്ട് ഞാൻ വേറെ മെഷീനുകളൊക്കെ എനിക്ക് വേറെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ വലിയ വലിപ്പം കൂടുതലും ബുദ്ധിമുട്ടും ആയത് കാരണം കൊണ്ട് ഞാനിതൊന്നും എടുത്തിട്ട് അധികം അങ്ങനെ വർക്ക് ചെയ്യാറില്ല. കാരണം നമുക്ക് കഴിക്കുകയൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ട് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാം, നിസ്സാര വിലയുള്ളതിന്. മാത്രമല്ല ഇത് എത്ര കാലം ഉപയോഗിച്ചാലും പിന്നെ കംപ്ലയിൻറ്റ് വരുന്നില്ല, കാരണം ഇതിനകത്തൊരു മോട്ടർ മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മൾ നേരെ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തേക്കാണ്. പിന്നെ ഇത് ഞാൻ കാണിച്ചു തരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് വല്ല IIT പഠിച്ച ആൾക്കാരോ വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളിത് കാണാനായിട്ട് നിൽക്കരുത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല ഇത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. വലിയ പഠിത്തമുള്ള ആൾക്കാർ, IIT കാർക്കൊന്നും വേണ്ടിയിട്ടുള്ള അല്ലാന്നുള്ള ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർ ചിലർ വന്ന് ഇതിനകത്ത് കയറി കാണുന്നുണ്ട്, അവർ ദയവായിട്ട് ഇപ്പോൾ തന്നെ ചാനലിൽ നിന്ന് പുറത്ത് പൊക്കോളുക. കാരണം അവർക്കുള്ള സംഭവം, അതായത് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലെയൊക്കെയുള്ള ബോർഡുകളുടെ സർവീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഒരു ഇലക്ട്രോണിക് ചാനൽ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയുള്ള വീഡിയോകളല്ല ചെയ്യുന്നത്, മാക്സിമം സാധാരണക്കാർക്ക്. അപ്പം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ സെൻസർ വെച്ചിട്ടുള്ള ആ ഒരു വീഡിയോ, അതായത് ലൈറ്റ് സെൻസർ LDR വെച്ചിട്ടുള്ളൊരു വീഡിയോ. അത് ചെയ്തപ്പോൾ അതിനകത്ത് വന്ന് പലരും കമൻറ്റ് ചെയ്താണ്, ഇത് വളരെ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സർക്യൂട്ടാണല്ലോ ചേട്ടാ, ഇതൊക്കെയാണ് ചേട്ടൻ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തത്. അപ്പം അതുപോലെ ഞാൻ നോക്കിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആൾക്കാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പം അതിലും കുറച്ചും കൂടെ കുറഞ്ഞ ഐറ്റം അവതരിപ്പിക്കാനായിട്ടാണ് ഞാൻ മാക്സിമം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനേക്കഴിഞ്ഞും കൂടുതൽ സെറ്റപ്പായിട്ടുള്ള ഐറ്റംസ് കാണിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസും കാര്യങ്ങളും ബോർഡിലേക്കും പോകണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ ആരും എൻ്റെ വീഡിയോ കാണാനായിട്ട് ഇതിനകത്ത് നിൽക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മളുടെ മെഷീന്, ഇത് അതിന് കൊടുക്കുന്ന ചാർജർ കേട്ടോ. ഇതുണ്ട്, ഇത് നമ്മുടെ സാധാരണ ഒരു റിയൽമിയുടെ ഒരു ചാർജർ, ഇത് കേട്ടോ. ഇതുണ്ടോ, ഇതിനകത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ USB കണക്ഷനാണ്. ഇത് USB കൊടുത്ത് അതിൽ നിന്ന് എടുക്കുന്ന കേബിൾ നേരെ കൊണ്ടുപോയി ഒരു ജോയിൻ്റ് അടിച്ച് ഞാനങ്ങ് കൊടുത്തിരിക്കുക ഇതിലേക്ക്. ഒരു സാധാരണ വയർ കേട്ടോ. ഇത് കൊടുത്ത് നമ്മൾ നേരെ മെഷീനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഹോൾ അടിച്ച് മെഷീനകത്ത് കയറ്റിക്കുക. അപ്പോൾ ഞാനിത് തുറന്ന് വെച്ചിരിക്കുക നിങ്ങളെ കാണിക്കാനായിട്ട്. ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ കവർ മാറ്റി കഴിയുമ്പോൾ ഇതാണ് എൻ്റെ ബാക്കിയുള്ള ഭാഗം.
ഇതിനകത്ത് നേരെ ഈ വയർ വരുന്നുണ്ട്. ഇത് കണ്ടോ, പോസിറ്റീവും നെഗറ്റീവും ഇത് രണ്ടെണ്ണം നേരെ വരുന്നത് നമ്മൾ കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ ബാറ്ററിയും ഇതിനകത്തുള്ള ബോർഡും ഇതെല്ലാം എടുത്താൽ കളഞ്ഞേക്കും. ഈ മോട്ടർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ഈ ഗിയറും ആവശ്യമുള്ളൂ നമുക്ക് ശരിക്കും. ബാക്കി എല്ലാം എടുത്ത് കളയുമ്പോൾ നമുക്ക് ഇതിന് മൊത്തത്തിൽ വെയിറ്റും കുറയും. മെഷീന് തീരെ ഭാരമില്ലാതെ ബാറ്ററി കൂടെ പോയി കഴിയുമ്പോൾ അപ്പോൾ നല്ല സുഖം നമുക്കിത് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഇത് നേരെ കൊണ്ടുവരിക. ഒരു ഡയോഡ് ഇടണം കേട്ടോ, ഇതിൽ ഒരു ഡയോഡ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് നിന്ന് പോകും. ഇതിനകത്ത് ഒരു ഡയോഡ്, ഇതിനുള്ളിൽ ഡയോഡ് ഇട്ടിട്ടുണ്ട്. ഇതാ ഡയോഡ് കൊണ്ട് മുറിച്ചിരിക്കുന്നുണ്ടോ. പോസിറ്റീവായിട്ട് നമ്മൾ ഡയോഡ് ഇട്ട് നേരെ അത് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ ഇതുണ്ടോ. ഇതിപ്പോൾ ഇത്ര വാല്യൂ 1000 2000 മൈക്രോഫാർഡോ 1000 മൈക്രോഫാർഡോ ഏത് വേണമെങ്കിലും കൊടുക്കും. കയ്യിലുള്ളത് കൊടുത്താൽ മതി. വോൾട്ട് നോക്കേണ്ട കാര്യമില്ല, കാരണം ഇതിൽ 5 വോൾട്ടല്ലേ ഉള്ളൂ. അതിന് മുകളിലോട്ടായിരിക്കും എല്ലാ കപ്പാസിറ്ററുകളും വരുന്നത്. അപ്പോൾ ഏത് കൊടുത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് 2200 മൈക്രോഫാർഡിൻ്റെ MFDയുടെ ഒരു കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പം 100 കൊടുത്താലും ഇതിൻ്റെ സ്ഥാനത്ത് വർക്കും. കൈ കിട്ടുന്നത് പഴയ ഏതെങ്കിലും ബോർഡ് ഉണ്ടല്ലോ, ഈ പഴയ PCB ഒക്കെ, അതേന്ന് പറഞ്ഞാൽ പറിച്ചെടുത്ത് വയറിട്ട് കൊടുത്താലും മതി. ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ചൊന്നും മേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഒരു ഡയോഡും ഒരു കപ്പാസിറ്ററും ഇതേ കൂടെ കയറ്റി ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ വയറെല്ലാം കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചാൽ മതി. സംഭവം വർക്ക്. ഞാനൊന്ന് കുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തേലും സമയം കിടന്ന് കറങ്ങിയാലും ഒരു പ്രശ്നം. ഇത് നല്ല സൂപ്പ്, നല്ല ബലം ഇത് കേട്ടോ. ഈ സൂപ്പ് പിടിച്ചാൽ നല്ല ഉണ്ടോ, നിൽക്കത്തില്ല. സൂപ്പർ പവറാണ്. നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. വളരെ ലൈറ്റാണ്, വളരെ ഒതുക്കമുണ്ട്. അതല്ലേ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആയതുകൊണ്ടേ നമുക്കിത് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ തള്ളുന്ന ടൈപ്പ് അല്ലല്ലോ. വളരെ സുഖമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ടും പറ്റും. ശരിക്കും പുറകോട്ട് എടുത്താൽ റിവേഴ്സ് പോവും, ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ മുന്നോട്ടും പോരും. ഇത്രയും സംഭവമുള്ളത്. ഓക്കെ, ഇങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഈ വയർ കണക്ഷൻ കൊടുത്ത് ഒരു ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ പരിപാടിയും തീർന്നു. പിന്നെ നമുക്ക് ഇതിങ്ങനെ സുഖമായിട്ട് എത്ര നാൾ വേണ്ട, എത്ര വർഷം ഉപയോഗിച്ചാലും ഇതിൻ്റെ ബാറ്ററി, ഞാൻ പറഞ്ഞില്ലേ 4-5 വർഷമായി ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി ചാർജ് തീരുകയായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും പിന്നെ വരുന്നില്ലല്ലോ. സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ എത്രയായാലും കംപ്ലയിൻ്റ് ഇല്ലാത്ത സാധനങ്ങളോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം, കാര്യം ചെറിയ നിസ്സാര കാര്യമാണ്, ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാം എന്ന് ഞാൻ പറ്റുന്നത് കേട്ടോ. ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാം നമുക്ക് സുഖമായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് അടച്ചു വെച്ചാൽ അടച്ച് സ്ക്രൂ ഇട്ട് ചെയ്യുന്ന സംഭവം അതിൻ്റെ പരിപാടി തീർന്നു. പിന്നെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. നല്ല ഒതുക്കമുള്ള മെഷീനാണ്. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾക്ക്, അത് നല്ല സൂപ്പറായിട്ട് നിങ്ങളത് വർക്ക് ചെയ്യും. അപ്പം അതിനകത്തുള്ളൊരു കാര്യം ഇത് കണ്ടോ, വേറൊരു മെഷീൻ ഞാൻ കാണിച്ചു തരാം. ഇത് ടോട്ടൽ ഇതുണ്ടോ. ഈ മെഷീന് ഇതിന് 1500 കൊടുത്തേ മേടിച്ചാൽ. പക്ഷേ ഈ മെഷീന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 1 മാസം ഞാൻ ഉപയോഗിച്ചുള്ളൂ. 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാറ്ററി അല്ല പോയത്, മറിച്ച് ഇതിനകത്തൊരു സ്വിച്ച് ഇതുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ഒരു സ്വിച്ച് ഇതിനകത്തുണ്ടല്ലോ. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മേടിക്കുന്ന ഏതൊരു മെഷീനാണെങ്കിലും അതിൻ്റെ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കുന്ന ഇവിടെ ഒരു സ്വിച്ചാണ്. അപ്പോൾ ഇത് ലെഫ്റ്റും റൈറ്റും, അതായത് റിവേഴ്സ് കറക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഈ സ്വിച്ച് ഇവിടെ നമ്മൾ നീക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് സ്പീഡി വർക്ക് നടക്കത്തില്ല. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും സ്വിച്ച് ഒന്നും അടിക്കുന്നില്ല, ഇതേ തന്നെ നമുക്കിങ്ങനെ തട്ടാം. അതുകൊണ്ട് ഈ താഴോട്ട് അടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് കറങ്ങും, മുകളിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റും കറങ്ങും. താഴേക്ക് മുകളിലേക്ക് ഇതേ നമുക്കിങ്ങനെ ഓടിച്ചാൽ മതി. ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഇതിങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയാൽ മതി. റിവേഴ്സ് എടുക്കാനും മുറുക്കാനും അയക്കാനും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതെല്ലാം നമ്മൾ സുഖമായിട്ട് ചെയ്യാനായിട്ട് വരും. പക്ഷേ ഇത് കൂടി മെഷീനായാലും ഒന്നും ഉണ്ട്. ഇതുപോലത്തെ ഉള്ള ബാക്കി എല്ലാ മെഷീനായാലും ഇതിൻ്റെ സൈഡിങ്ങനെ ഉണ്ട്. സ്വിച്ച് ഇവിടെ ഇതുണ്ടോ, ഈ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റേ മെഷീനെല്ലാം. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടും സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാണ്ട് പറ്റുമായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാരുടെ വീടുകളിൽ ഇങ്ങനെ ഇത് പോയി കിടപ്പുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വരെ ഞാനിപ്പോൾ ഇത് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു മെഷീൻ്റെ ഒരു സംഭവം ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഈ 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിന് ഈ 1500 കൊടുത്താൽ ഇതിന് 6 മാസം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ കമ്പനി എനിക്ക് ശരിക്കും പറഞ്ഞാൽ തന്നത്. പക്ഷേ 6 മാസം പോയിട്ട് ഇത് ഒറ്റ മാസം ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടുള്ളൂ. അന്നേരത്തേക്ക് ഇത് കംപ്ലൈൻറ്റ്, കാരണം സ്റ്റിക്കർ ഉണ്ടോ നല്ല തിളങ്ങിയിരിക്കുന്നുണ്ടോ, ഇതിന് സ്റ്റിക്കർ പോലും പോയിട്ടില്ല. അത്രയും പുതിയ മെഷീനാണ് ഇത്. എന്നിട്ട് ഇത് സർവീസിന് ഞാൻ ചെന്ന് ഇപ്പോൾ തൊടുപുഴയിലാണ്, തൊഴിൽ ഒരു കടയിൽ നിന്ന് ഞാൻ മേടിച്ചത്. അവിടെ തന്നെ സർവീസ് സെൻ്റർ ഉള്ളതാണ് കടയ്ക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിന് 850 രൂപയാകുമെന്ന് പറഞ്ഞു. എനിക്ക് സ്വിച്ച് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ബോർഡല്ല, ആ ബോർഡ് മൊത്തത്തോടെ കിട്ടത്തുള്ളൂ. ഇത് മേടിക്കണമെങ്കിൽ 850 രൂപ ആകുമെന്ന് പറഞ്ഞു. അതായത് 850 രൂപ കൊടുത്ത് ഈ ബോർഡ് മേടിച്ചാൽ സർവീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 1000 രൂപ അതിന് നമുക്ക് സർവീസ് ചാർജ് ആവും. ബ്രാൻഡഡാണ്. അപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ സർവീസ് ചെയ്ത് നമുക്ക് 1500 രൂപ കൊടുത്തെന്നാൽ നമുക്ക് 1500 1400 അങ്ങനെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് കൊടുത്താൽ നമുക്കത് പുതിയ മെഷീൻ കിട്ടും. അപ്പം പുതിയ മെഷീൻ 1400 രൂപ, സർവീസ് ചെയ്യണമെങ്കിൽ 1000 രൂപ. ബ്രാൻഡഡ് ആയിട്ടുള്ള ചില കമ്പനികളുടെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോ സാധനങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ ബ്രാൻഡഡ് പോയി നമ്മൾ മേടിക്കും, പക്ഷേ ചിലപ്പോൾ നമുക്കിട്ട് പണി കിട്ടിയെന്ന് വരും. സർവീസ് ചാർജ് എങ്ങനെയാണെന്നുള്ളത്, അതായത് ഇപ്പം നമ്മൾ വലിയ ഹൈബ്രിഡും
സോളാർ സിസ്റ്റമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ USA-യുടെയും ജർമ്മനിയുടെയും ജപ്പാൻ്റെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ സിസ്റ്റമൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് കൊടുക്കുക. ഇതിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കുറച്ചാലും കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ സർവീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വെറുതെ കളയാൻ പണമുള്ള ആൾക്കാർക്ക് മേടിക്കാം. അല്ലാതെ നിങ്ങൾ സാധാരണക്കാരും മറ്റുള്ളവർ ചെയ്യുന്നതും കണ്ടുപോയി ചെയ്താൽ പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയതിന് ശേഷം ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുമ്പം അതിന് പേര് കേൾക്കാനൊക്കെ നല്ലൊരു രസം ഉണ്ടാകും. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പം വലിയൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ മെഷീനിൽ എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാം. പിന്നെ ആ മെഷീന് ഇതെങ്ങനെ ഞാനിപ്പോൾ ശരിയാക്കി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത് ഇതുണ്ടോ, ഇതിൻ്റെ ഈ സ്വിച്ച് അവിടെ ആ കടയിൽ നിൽക്കുന്ന ഒരു പണി ചെയ്യുന്ന ആളുണ്ട്, സർവീസ് സെൻറ്ററിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് എന്നോടൊരു കാര്യം തോന്നിയിട്ട് പുള്ളിക്കാരൻ എനിക്ക് അവിടെ കിടന്ന ഒരു പഴയ മെഷീൻ ഒരു സ്വിച്ച് എടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഈ സ്വിച്ച് കൊണ്ടുപോയി ഇതിലിടുവാണെങ്കിൽ വർക്ക് ആയിക്കോളും, ഇനിയിപ്പം വെറുതെ കളയണ്ടല്ലോ, മെഷീൻ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചാലും ഒരു മാസമല്ലേ ആയുള്ളൂ എന്ന് ചോദിച്ച് എനിക്ക് ആ കടയിൽ നിൽക്കുന്ന സർവീസ് സെൻറ്ററിൽ നിൽക്കുന്ന ആ ഒരു ചേട്ടൻ, ഒരു നല്ല ചേട്ടൻ, ആ ചേട്ടൻ എനിക്കൊരു സ്വിച്ച് തന്നു അവിടെ കിടന്ന്, പഴയത് അവിടെ കിടന്നത്. അപ്പോൾ ഞാനത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനത് ഇട്ട് കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വേറെ ഏതോ ഒരു മെഷീൻ സ്വിച്ചാണ് അത്. പക്ഷേ കൃത്യം ഇതിൻ്റെ ബോർഡിൽ അത് കറക്റ്റ് ആയിട്ട് കയറി ഇരിക്കത്തില്ല, ഒരു ശകലം വലിപ്പം കൂടുതലുണ്ട് ആ സ്വിച്ചിന്. അപ്പോൾ എന്നെ സംഭവം എന്ന് ചോദിച്ചാൽ ഈ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. ഇത് തള്ളുമ്പം ഇതിൽ ഈ വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് അത് ചെറിയൊരു പിടുത്തം പോലെ തട്ടലുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അത്യാവശ്യം ഇടതും വലതും പോകുമ്പോൾ നമ്മൾ മറ്റേതുപോലെ സ്മൂത്തായിട്ട് നീക്കാൻ പറ്റത്തില്ല. പക്ഷേ ഉപയോഗിക്കാവുന്ന നേരം ഞാനായാലും ആ സ്വിച്ച് ആണെങ്കിലും ഞാനിപ്പോൾ അത് അത്യാവശ്യം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനത് ചിലപ്പോൾ എടുക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു സാധനം നമുക്ക് വളരെ പ്രയോജനപ്രദം. ചൈനീസാണ്, ഇത് വളരെ ചെറിയൊരു വിലയുള്ളൂ. ഇതിന് 750 രൂപ വിലയുള്ളൂ. ഇപ്പോഴും ഇതിന് 850 രൂപ ഒക്കെ വിലയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അധികം വിലയൊന്നും ഇതിന് കൂടിയിട്ടില്ല. അപ്പം ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ ഇത് വളരെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു വയറിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും നമ്മുടെ കരിങ്കുന്നം സോളാർ എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ പേജ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം കൂടുതൽ ആളുകൾ വരുവാണെങ്കിൽ വളരെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ വീഡിയോകൾ നമ്മൾ അതിനകത്തും ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. പുതിയ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.